ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ റെസിപ്പി മുട്ട കൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കണം. ഇനി പാൻ നല്ലപോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി ചേർത്ത് കൊടുക്കാം. കൂടെ 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളക്, കൂടെ 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സ് ആണ്. ഈ ചില്ലി ഫ്ലെക്സിന് പകരം നിങ്ങൾക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുത്താലും മതി. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാട് സമയമിട്ട് ഒന്ന് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. അങ്ങനെ ഇതിപ്പം നമുക്കിവിടെ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ വലിയ ചൂടങ്ങ് മാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ചെറിയ ജാറിലേക്കാണ് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഒരുപാടങ്ങ് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ചെറിയൊരു തരിതരിപ്പോട് കൂടി വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ. ഇനി ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങിയെടുത്ത മുട്ട വേണം. ഞാനിവിടെ 4 മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ സ്റ്റൗവിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി ഇത് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇത് നമ്മൾ വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് കിട്ടുന്നത് നമുക്ക്. ഇനി വെളിച്ചെണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി 2ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ മുട്ടയില്ലേ, അത് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാ മുട്ടയും വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു മാറ്റി വെച്ച മസാലയില്ലേ, അത് മുഴുവനായിട്ടും ഇതുപോലെ അങ്ങ് വിതറി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു മസാലക്കൂട്ടിന് നമ്മൾ 4 മുട്ടയ്ക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു എരിവുണ്ടാകും. ഇത്രയും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 6 മുട്ട വരെ ചെയ്തെടുക്കാം. നമ്മൾ പൊടിച്ചെടുത്ത ആ മസാല മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും. ഒരുപാട് സമയമൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിം നമ്മൾ ഒരുപാട് ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് കൊടുക്കരുത്. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു 2-3 പ്രാവശ്യം ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഇതിപ്പം നമുക്കിവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ മുട്ട കൊണ്ടുള്ള ഒരു സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് കുറഞ്ഞ ചേരുവകളും മതി. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.